ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീനൻ ആരാധകർക്ക് ഒരു വാർത്ത അറിയേണ്ടതുണ്ട്. നോക്കൗട്ടിൽ അവരുടെ എതിരാളി ആരായിരിക്കുമെന്നത്. അത് കേപ്പ് വെർദെ ആകാനാണ് എല്ലാ സാധ്യതയും. അർജന്റീനയുടെ ഗ്രൂപ്പിൽ ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. നാളെ രാവിലെ ജോർദാനുമായിട്ടാണ് കളി. എന്നാലും നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാമത് നിൽക്കുന്ന അർജന്റീന അത് മറികടക്കാൻ ജോർദാനോ ഓസ്ട്രേലിയക്കോ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ നിലയിൽ സ്പെയിനും ഉറുഗ്വേയും കേപ്പ് വെർദെയും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് സ്പെയിനും കേപ്പ് വെർദെയും നോക്കൗട്ടിലേക്ക് കടന്ന സാഹചര്യത്തിൽ കേപ്പ് വെർദെ ആയിരിക്കും അർജന്റീനയുടെ എതിരാളി. അത് ഏതാണ്ട് ഉറപ്പാണ്. ആ നിലയിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കേപ്പ് വെർദെ ചില്ലറ ടീമൊന്നുമല്ല. 3 കളി കളിച്ച് 3ഉം സമനിലയിലാക്കിയ ടീമാണ്. പ്രത്യേകിച്ച് സ്പെയിനിനെ പോലെ ഉറുഗ്വയെ പോലെ വമ്പൻ ടീമുകളെ അവർ സമനിലയിൽ തളച്ചതാണ്. സ്പെയിനിനെ ഗോൾരഹിത സമനിലയിലും ഒപ്പം തന്നെ ഉറുഗ്വയെ 2 ഗോളടിച്ച് 2-2 സമനിലയിലും ആക്കിയതാണ് അവർ. അതുകൊണ്ട് തന്നെ ചെറിയ ടീം, ദുർബലരായ ടീം എന്ന നിലയിൽ അർജന്റീനയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാനോ നിസ്സാരവൽക്കരിക്കാനോ കഴിയില്ല. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ശക്തരായ നിലവിലെ ചാമ്പ്യന്മാരാണ് എന്ന ആത്മവിശ്വാസം, 1 നമ്പർ ടീമാണ് ലോകത്തെ എന്ന ആത്മവിശ്വാസം, ഇതെല്ലാം തീർച്ചയായിട്ടും കേപ്പ് വെർദെക്കെതിരെ വലിയ ആധിപത്യം നേടിക്കൊടുക്കും. കളിക്ക് മുൻപേ തന്നെ എന്ത് തന്നെ ആയാലും കേപ്പ് വെർദെ അർജന്റീന സ്വാഭാവികമായിട്ടും അർജന്റീനയ്ക്ക് സ്പെയിനോ അല്ലെങ്കിൽ ഉറുഗ്വേയോ ഒക്കെ വരുന്നതിനേക്കാൾ ആശ്വാസകരമായിട്ടുള്ള ഒരു ടീമായിട്ടാണ് കേപ്പ് വെർദെയെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ കേപ്പ് വെർദെ ചെറിയ ടീമല്ല താനും. കേപ്പ് വെർദെയെ പേടിക്കുക തന്നെ വേണം.